നമ്മളെ ഫോണിൽ പല സൈസ് ഒച്ചപ്പാടുണ്ടാവും. നോട്ടിഫിക്കേഷൻ വരുന്ന ക്ലിക്ക് ക്ലിക്ക് ക്ലൂ ക്ലൂ എന്നുള്ള ഒച്ച വേറെ, റിങ് ചെയ്യുന്ന ഒച്ച വേറെ, മീഡിയ ഒച്ച വേറെ, അങ്ങനെ പല സൈസ് ഒച്ച. ചില സമയത്ത് നമുക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ആയി ഒച്ചപ്പാടുകൾ. അപ്പം ഫോണിനോട് നമുക്ക് മിണ്ടരുത് എന്ന് പറഞ്ഞാലോ, ഷട്ടപ്പ്. ആ, അതാണ് സംഭവം. ഷട്ടപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഫോണിൽ കൊണ്ടുവരാം. അതായത് നമ്മളെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇവിടുന്ന് ഇങ്ങനെ താത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഷട്ടപ്പ് കിട്ടും. അവിടെ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ഓഫാക്കിയിടാം. ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്തതൊക്കെ ഓഫാക്കിയിടാം. അതെങ്ങനെ? ഇതിനി പറഞ്ഞതിലോട്ട് തന്നെ ഷട്ടപ്പ് എന്നുള്ളൊരു സാധനം അങ്ങ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിനെ കൊണ്ടുള്ള പരിപാടി എന്താ നോക്കുക. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, അതവിടെ നിന്നോട്ടെ. അതിനുശേഷം ഈ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താത്തുക. അതിൽ ഒരു പെൻ ഐക്കൺ, ഒരു എഡിറ്റ് ഐക്കൺ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഷട്ടപ്പിൻ്റെ ഐക്കൺ ഉണ്ടാവും ഇവിടെ. ഇങ്ങനെ ഇതൊന്ന് ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് മേലെ ഒരു തിരടക്കം കൊണ്ടാക്കുക. അതായത് നമുക്ക് എടുക്കാൻ കണക്കാക്കി ഒരു തിരടക്കം കൊണ്ടാക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ സാധനം കാണാം, ഈ ഐക്കൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകും. ഇവിടെ സെലക്ട് സ്ട്രീം എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏതൊക്കെയാണോ ഓഫാക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അലാറം, മ്യൂസിക്, നോട്ടിഫിക്കേഷൻ, ഫോൺ റിങ്, സിസ്റ്റം സൗണ്ട്സ്, ഫോൺ കോൾസ്, ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഓണാക്കേണ്ട സമയത്ത് ഇതേപോലെ തന്നെ ഇവിടുന്ന് വീണ്ടും സെലക്ട് ചെയ്യുക, ഓഫാക്കുക. ഇത്രയും ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോണിലെ ഒച്ചപ്പാട് ഇതിനെ കൊണ്ട് നിയന്ത്രിക്കാനാവും. സംഭവം അങ്ങനെ അടിപൊളിയല്ലേ? ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്കും. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.